ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ, സ്വാഗതം. നമസ്തേ. ഈ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു മുഖമാണ്, പ്രത്യേകിച്ച് BJPയുടെ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ്, ലയൺസ് ക്ലബ്ബ്, ക്ഷേത്ര സംരക്ഷണ സമിതി, ഇനിയും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇടങ്ങളിലൊക്കെ വ്യാപൃതയായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തലസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു മുഖമാണ്. ലേഡി ഓൺ വീൽസ് എന്നുള്ള പേര് പോലും ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഞാനിപ്പോൾ ഓർക്കുന്നത്, നരേന്ദ്രമോദി സർക്കാർ ഈ സ്ത്രീകൾക്ക് വലിയ ഒരു അംഗീകാരമാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ പോലും സ്ത്രീകളെ ഒരുപാട് പ്രശംസിക്കാറുണ്ട്. ഇപ്പോൾ ബീഹാറിലെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക പാക്കേജ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ താങ്കളെപ്പോലുള്ള ഒരാൾ കേരളത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുമ്പോൾ അത് ആ പ്രസ്ഥാനത്തിനൊക്കെ വലിയൊരു ഊർജം പകരുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഞാനെന്ത് പറയാനാണ്, അങ്ങനെ ആയിരിക്കും. അല്ല, ഇപ്പം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളിലെ അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോയാൽ എന്താണ് അതിൻ്റെ പ്രവർത്തന കാര്യങ്ങളൊക്കെ? ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറയുമ്പോൾ അത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്നാണ് അത് അറിയപ്പെടുന്നത്. ധാരാളം ക്ഷേത്രങ്ങളുണ്ടല്ലോ ഇതിൻ്റെ കീഴിൽ. ഉണ്ട്. ഇത്രയും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഇതിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങൾ ഉണ്ട്, ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിലുള്ള എന്ത് കാര്യങ്ങളായാലും നമ്മളത് ഇടപെടുന്നു. കൂടുതൽ ഇതിൽ നമുക്ക് എൻ്റെ ഒരു ഉദ്ദേശം, കൂടുതൽ സ്ത്രീകളെ അല്ലെങ്കിൽ ആൾക്കാരെ ഇതിലോട്ട് നമ്മുടെ ഈ സംസ്കാരത്തോട് അല്ലെങ്കിൽ സനാതന ധർമ്മത്തോട് അടുപ്പിക്കുക, അതിലോട്ട് കൊണ്ടുവരിക, അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് ഇല്ലാതിരുന്ന അത്ര ആൾക്കാരെ ഇതിലോട്ടിപ്പോൾ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാറിന് തന്നെ അറിയാലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം നാരായണീയം ഗ്രൂപ്പുകൾ, ഭാഗവതം ഗ്രൂപ്പുകൾ, അങ്ങനെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് തന്നെ നമ്മൾ 11 ഉത്സവങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കണം എന്നാണ്. കാരണം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് കേളപ്പജിയെയും മാധവജിയെയും നമുക്ക് പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. കാരണം അവർ നടന്ന വഴി, അല്ലെങ്കിൽ അവർ നമ്മളെ കൊണ്ട് എത്തിച്ച വഴികൾ. കാരണം ഇതിൻ്റെ ഇത് വരുന്നത് തന്നെ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രാബല്യത്തിൽ വരുന്നത് തന്നെ അവരോടൊപ്പം നടന്നു നീങ്ങിയ അനേകം മഹാത്മാക്കളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്ര സംരക്ഷണ സമിതി രൂപം കൊണ്ടത് തന്നെ. അത് ഒരുപാട് ചരിത്രമുണ്ട് അതിന്. തളിക്ഷേത്രം, അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിലാണത് ആദ്യമായിട്ട് അങ്ങനെ, കോഴിക്കോട്. അവിടെ അന്നൊരു സാഹചര്യത്തിൽ അന്ന് ശരിക്കും ആ തളിക്ഷേത്രത്തിൽ മീൻ കൊട്ട വെച്ച്, ശിവലിംഗത്തിൻ്റെ പുറത്ത് മീൻ കൊട്ട വെച്ച്, അങ്ങനെയൊക്കെയുള്ള ചരിത്രമാണ് പറയുന്നത്. അതിനെതിരായിട്ടാണ് ഇവർ സമരം ചെയ്ത് നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം നേടിത്തന്നത്. അങ്ങനെയാണ് ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളും ഉണ്ടാകും. അപ്പോൾ അത് ഇന്ന് ഇത്രയും വർഷമായിട്ടും ഇപ്പം നിലവിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഓരോ ശാഖകളുണ്ട്, ഓരോ നഗരങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കഴക്കൂട്ട നഗരം, വട്ടിയൂർക്കാവ് നഗരം, തിരുവനന്തപുരം നഗരം, അങ്ങനെ ഓരോ നഗരങ്ങൾ, പിന്നെ അത് താലൂക്കുകൾ, പിന്നെ ശാഖാ സമിതികൾ, ത്രയണ്ടേശ്വരം ശാഖ, പത്മനാഭസ്വാമി ക്ഷേത്ര ശാഖ, കാവല്ലൂർ ശാഖ, ഇങ്ങനെ പല ശാഖകളിലൂടെയാണ് പ്രവർത്തനം. പിന്നെ താലൂക്ക് സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാർ, അതായത് ഹിന്ദുക്കളെ ഒരുമിച്ച് ചേർത്ത് നിർത്താനും ഇതിലോട്ട് താല്പര്യമില്ലാത്തവരെ താല്പര്യം കൊടുത്ത് കൊണ്ടുവന്ന് ആ ഒരു ഇതിലാണ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നത്. ഈ ഹിന്ദുക്കളെ ചേർത്ത് നിർത്താനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. അതെ, ഒരുപക്ഷെ അവർ ചിലപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ പോലും ചിലപ്പോൾ കയ്യേറുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരുപാട് അങ്ങനെ അവർ ഇപ്പം നടക്കുന്നുണ്ട് സാർ. അങ്ങനെ പല ക്ഷേത്രങ്ങളിലും അവരുടെ ഒരു ആധിപത്യം ഇപ്പോൾ അവർ ശബരിമല CPM അങ്ങ് ഏറ്റെടുത്തു. അതുപോലെ തന്നെ അമൃതാനന്ദമയിയെ അവരങ്ങ് ഏറ്റെടുക്കുകയാണ് എല്ലാം. ഇപ്പൊ ആ നിരീശ്വരവാദം പ്രസംഗിച്ച് നടന്നവരൊക്കെ ഇപ്പോ ഹൈന്ദവ പ്രേമമായി കൂടുതൽ. അപ്പൊ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലും ധാരാളം ക്ഷേത്രങ്ങളുണ്ടല്ലോ കേരളത്തിലുടനീളം. അപ്പൊ ഒരുപക്ഷെ അതുപോലും ഇവർക്ക് ചിലപ്പോൾ കയ്യേറ്റം നടത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ചിലതൊക്കെ അവര് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ക്ഷേത്ര സംരക്ഷണ സമിതി അതിനെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ഇടപെടലുകൾ നമ്മൾ ഉടനെ തന്നെ അത് ചെയ്യാറുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ സംസ്ഥാന ഭാരവാഹികളൊക്കെ അതിനുവേണ്ടി ശരിക്കും യജ്ഞം നടത്തുന്നവരാണ്. പിന്നെ ഒരുപാട് ശില്പശാലകൾ നടത്താറുണ്ട്. കാരണം ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധമില്ലാത്തവർക്ക്, അറിവില്ലാത്തവർക്ക് ഇങ്ങനെ
ശില്പശാലകൾ നടത്തിയാണ് അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഈ ലയൺസ് ക്ലബിന്റെ പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ ഉണ്ട്. ശ്രീമതി ജയശ്രീയിൽ നിന്ന്. അത് ഈ പാറശാല മുതൽ ഇവിടെ ഹരിപ്പാട് ഞങ്ങളുടെ 318A ആണ് സാർ എൻ്റെ റീജിയൺ എന്ന് പറയുന്നത്, എൻ്റെ ഏരിയ. ഈ അതായത് ലയൺസ് പാറശാല ക്ലബിലൂടെ മുതൽ വരുന്ന ഹരിപ്പാട് വരെ. ഹരിപ്പാട് വരെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരിക്കും ഒരു പക്ഷേ മെയിനായിട്ട് അത് തന്നെയാണ് സാർ. നമ്മൾ ഈ ലയണിസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 8 ഗ്ലോബൽ കോസസാണ് നമ്മുടെ ഇൻ്റർനാഷണൽ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ദൈനംദിന ജീവിതമായിട്ട് അല്ലെ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള അല്ലെ സാമൂഹ്യപരമായിട്ടുള്ള ജനക്ഷേമപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 1-2 പ്രധാന കാര്യങ്ങൾ നമ്മൾ ഡയബറ്റിക്, കാരണം ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ പ്രമേഹം എന്നുള്ളത്. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള അല്ലെ അതിനെ നമ്മൾ ഏത് രീതിയിൽ ലയണിസത്തിന് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ്സുകൾ, ക്യാമ്പുകൾ, വേണ്ടുന്നവർക്ക് മെഡിസിൻ, പിന്നെ അതിനോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് ഇപ്പോൾ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണല്ലോ എൻവയോൺമെൻറ്റ്. നമ്മുടെ ഒരു പ്രോജക്റ്റ് ഒരു കോസസ് എന്ന് പറയുന്നതാണ് എൻവയോൺമെൻറ്റ്. പിന്നെ കിഡ്സ് വിഷൻ, കുട്ടികൾക്കുള്ള കാഴ്ച പരിശോധിക്കും. മിക്കവാറും എല്ലാ സ്കൂളുകളിലും നടത്താറുണ്ട് അത്. കാരണം കുട്ടികൾ ഇത് നോക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, പക്ഷേ പാരൻസ് അവരുടെ കാഴ്ച എത്രത്തോളം ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമ്മൾ പല സ്കൂളുകളിലും ഇങ്ങനെ ക്യാമ്പ് നടത്തുമ്പോഴത്തേക്കാണ് നമ്മൾ ഒരു 100 കുട്ടികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ 5, 10, 15, 20 കുട്ടികൾക്ക് അത് കാഴ്ചയ്ക്ക് നമുക്ക് പ്രശ്നമുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് കാലം കണ്ണട ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മെഡിസിൻ എടുക്കുകയോ ചെയ്യുമ്പോൾ അവർ തിരിച്ചതിലേക്ക് വരുന്നു. പക്ഷേ ഇത് നമ്മൾ അറിയാതെ പോകുമ്പോൾ, ഇപ്പം ഞാനായാലും എൻ്റെ കുട്ടി കുറേ നേരം മൊബൈൽ നോക്കും അങ്ങനെ, പക്ഷെ നമ്മൾ അവളുടെ വിഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല, അത് ടെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ക്യാമ്പുകൾ നടത്തുമ്പോൾ ആ സ്കൂളിലെ എല്ലാ കുട്ടികളും പങ്കെടുക്കും. ഫ്രീ ആയിട്ട് നമ്മളൊരു ചെക്കപ്പ് നടത്തല്ലേ. അപ്പോൾ അതിലൂടെ നമുക്കത് ഒരു ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നേരത്തെ അവരുടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സാർ. പിന്നെ ഇപ്പോൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. മിക്കവാറും കഴിഞ്ഞ മുമ്പത്തെ വർഷമാണെങ്കിൽ ഈ പിന്നെ 50,000 അല്ലെ 1,00,000 രൂപ മുടക്കി മെയിൻ്റെനൻസ് ചെയ്ത് വീടുകൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ആവശ്യാനുസരണം ഇപ്പോൾ ഈ മഹിളാ മന്ദിരങ്ങളിലൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ അവരാവശ്യപ്പെടുന്ന സാധനങ്ങൾ, മേശ വേണം, കസേര വേണം, ഫാൻ വേണം, ഫ്രിഡ്ജ് വേണം, TV വേണം, ഇങ്ങനെയൊക്കെ അവരുടെ നീഡ് അനുസരിച്ച് ഓരോ ക്ലബ്ബുകൾ, നമ്മൾ 160ഓളം ക്ലബ്ബുകളുണ്ട് ഈ 318Aയിൽ. ആ ക്ലബ്ബുകളുടെ CLL കൗൺസിൽ ഓഫ് ലയൺ ലേഡീസിൻ്റെ ഈ 2025-26 പ്രസിഡന്റ് സ്ഥാനമാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ തന്നെ ഇപ്പോൾ ഒരു പ്രോജക്റ്റായിട്ട് ഞങ്ങൾ ആദ്യം ഏറ്റെടുത്തത് തന്നെ വാട്ടർ ടാങ്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിരുന്നു. അതായത് നമുക്ക് സിറ്റിയിൽ തന്നെ സാറിന് അറിയാമല്ലോ ജലക്ഷാമം എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ, പേപ്പർ വായിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് നമ്മുടെ രാജാജി നഗർ കോളനിയില്ലേ. അപ്പോൾ ഈ സിറ്റിയുടെ നടുവിൽ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന വേറൊരു കോളനി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പോഴും രാവിലെ എല്ലാം പോകുമ്പോഴും അവരിപ്പോഴും കുടമായിട്ടെല്ലാം കാത്തു നിൽക്കുകയാണ്. പൈപ്പിൻ്റെ മുകളിലൊക്കെ വെള്ളം ഇല്ലാഞ്ഞിട്ട്. തിരുവനന്തപുരം നഗര ഹൃദയമാണ്. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഇത്ര സമയമല്ലേ ഉള്ളൂ, ഇത്ര ദൂരമല്ലേ ഉള്ളൂ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്. ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ കുറച്ച് പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. കുറച്ചൊരു 50 ടാങ്കാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് 50 ഓരോ ക്ലബിനെ സ്പോൺസർ ചെയ്തു. ഓരോ ടാങ്ക് വെച്ച് ഞങ്ങൾക്ക് ഓരോ ക്ലബ്ബ് സ്പോൺസർ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് 56 എണ്ണം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. പൂങ്കുളത്തോട്ട്, കണ്ണമ്പുല കോളനിയിൽ, പൗണ്ടുകൾ കോളനിയിൽ, രാജാജി നഗറിൽ, പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് തീരെ പാവപ്പെട്ട അറിയാമെന്നുള്ളവർക്ക് അങ്ങനെ അത് ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊരു LP സ്കൂളുണ്ടായിരുന്നു കുന്നുകുഴിയിൽ. ആ സ്കൂളിൽ അവർക്കൊരു പ്രിൻ്റർ വേണമെന്ന് പറഞ്ഞു, പ്രിൻ്റർ വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ സന്ദീപനി ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഓണത്തിന് അവർക്ക് കിറ്റ് സാധനങ്ങൾ, ഇപ്പോൾ 1000 ഓണപ്പുടവയാണ് ഈ വർഷത്തെ ഗവർണർ കൊടുത്തത്. അപ്പോൾ ഇത്രയും ഈ പ്രവർത്തനങ്ങളോടൊപ്പം പിന്നെ നമ്മുടെ കേരളത്തിൽ വളരെ നിർണായക ശക്തിയാകാൻ പോകുന്ന BJPയുടെ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ്.
അപ്പോൾ വലിയ ഒരു ഉത്തരവാദിത്വവും രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു കേരള ഘടകത്തിലെ ഒരു നിർണായക സ്ഥാനമുള്ള ആളുമാണ്. അപ്പം വലിയ പ്രവർത്തനങ്ങളാണല്ലോ അതിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ 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 സാർ, തീർച്ചയായിട്ടും. കാരണം പാർട്ടി ഏറ്റവും നല്ല ഒരു രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു സമയമാണിത്. അപ്പോൾ പാർട്ടി ഇപ്പം എന്നെ ഈ 3 ഇത് വരുമ്പോഴും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇപ്പം പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കാണ്, അല്ല പാർട്ടി മീറ്റിങ്ങുകൾക്കാണ്. പിന്നെ എല്ലാ സ്ഥലത്തും എങ്ങനെയെങ്കിലും എൻ്റെ ഒരു പ്രസൻസ് അല്ല എൻ്റെ ഒരു ദൗത്യം എന്നെ ഏൽപ്പിച്ചാൽ ഞാനത് എങ്ങനെയെങ്കിലും അത് തീർക്കാൻ എന്നെ കൊണ്ട് അങ്ങേയറ്റം ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഒരേ സമയം ഒരു ലയൺസിൻ്റെ ഒരു മീറ്റിങ്ങും പാർട്ടിയുടെ മീറ്റിങ്ങും വന്നു കഴിഞ്ഞാൽ ഞാൻ പാർട്ടിയുടെ മീറ്റിങ്ങിനായിരിക്കും പോകുന്നത്. അത്ര ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങാണ്. അല്ലെങ്കിൽ ഞാൻ അനുവാദം വാങ്ങി. കാരണം ലയൺസിൻ്റെതാണ് ആ സമയത്ത് അത്രയും പ്രാധാന്യമുള്ളതെങ്കിൽ ഞാനൊരു പെർമിഷൻ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് പോകും. ഇന്ന് ചില സമയത്ത് ക്ലാഷ് ആവാറുണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോകാറുണ്ട്. അപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.